ഇന്നലെ പ്രകൃതി ദുരന്തമുണ്ടായ പ്രദേശങ്ങളിലെ ചില സന്ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ നാടുകാണി ചുരം വിട്ട് നിലമ്പൂരിലെത്തുന്നതിന് മുമ്പ് 18 മയ്യിത്തുകൾ പോകുന്ന അല്ലെങ്കിൽ 18 ജനാസകളാണ് കൊണ്ടുപോകുന്നത് കാഴ്ചയിൽപ്പെട്ടത്. യഥാർത്ഥത്തിൽ ആ ആംബുലൻസുകളിൽ മുഴുവൻ പൂർണ്ണമായ മനുഷ്യ ശരീരം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പലതിലും ശരീരത്തിലെ ചില ഭാഗങ്ങൾ മാത്രമാണ്, വേറെ പലതിലും തലയില്ലാത്ത ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ ഊരയുടെ ഭാഗം മാത്രമാണ്. ഇങ്ങനെയുള്ള നമ്മെ ഏറെ വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളിലൂടെയും അനുഭവങ്ങളിലൂടെയുമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കടന്നുപോയിട്ടുള്ളത്. മിനിയാന്ന് പോത്തുകല്ല് ഭാഗത്ത് തെരച്ചിലിനിറങ്ങിയ ഒരു സുഹൃത്തിനെ ഇന്നലെ നേരിട്ട് സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളും മലമുകളിലേക്ക് 10 കിലോമീറ്റർ നടക്കുന്നതിനിടക്ക് 10 ബോഡികളാണ് അവർക്ക് കിട്ടിയത്. അതിൽ തന്നെ പലതിൻ്റെയും തലഭാഗമില്ല, ഊരയില്ല. ആളുകൾ മനുഷ്യരെ തേടി ഇറങ്ങാണ്, മയ്യത്ത് തേടി ഇറങ്ങാണ്, കത്തിയും ചാക്കും ഒക്കെ എടുത്ത്. ആനകളിറങ്ങുന്ന വന്യജീവികളുള്ള ഇടങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഭീകരമായ ദൃശ്യങ്ങളാണ്. മിനിയാന്നിറങ്ങിയ ചില സുഹൃത്തുക്കൾക്ക് ഇന്നലെ അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അവിടുത്തെ കാഴ്ചകളുടെ പരിഭ്രമത്തിലിരിക്കുകയാണ്. അത്തരം ചില സാഹചര്യങ്ങളിലാണ് ഇങ്ങനത്തെ ചില സന്ദർശനങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുത്തതും സന്ദർശനങ്ങൾ നടത്തിയതും. എൻ്റെ ഒരു വിദ്യാർത്ഥിനി അവർ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തത് കണ്ടു. എൻ്റെ ഉമ്മ ഒലിച്ചുപോയി എന്നാണ്. കൺമുന്നിൽ നിന്ന് കുഞ്ഞ് കൈവിട്ടു പോകുന്നതിന് സാക്ഷിയായവരും എത്രയോ ഉണ്ട്. 8000-ലധികം മനുഷ്യർ അവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. ദുരിതങ്ങൾ പെയ്തിറങ്ങിയ ആ രാത്രി ചരിത്രത്തിൽ ഒരിക്കലും മറക്കാത്ത ദിവസങ്ങളും നിമിഷങ്ങളുമായി മാറിയത് നമ്മൾ കാണുകയാണ്. പണ്ടൊക്കെ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ രാവിലെ പത്രത്തിലെ ഫോട്ടോയിൽ നിന്നും വായനയിൽ നിന്നും മാത്രമായിരുന്നു അതിൻ്റെ ഭീകരാവസ്ഥ നമുക്ക് കിട്ടിയിരുന്നത്. ഇന്ന് പത്രങ്ങളും മീഡിയകളും മാത്രമല്ല, ഓരോ മനുഷ്യരും അവരുടെ ഫോണിലും അല്ലാതെയൊക്കെ പകർത്തി നമ്മുടെ മുന്നിലെത്തുന്ന ധാരാളം ദൃശ്യങ്ങളും ധാരാളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്കുണ്ടാകേണ്ട ചില ബോധ്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് ഖുതുബയിൽ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, ഇത് നമുക്കുള്ള ഏറ്റവും ശക്തമായ ഉത്ബോധനമാണ് എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുൽക്കിൽ കുല്ലമാ ഉൽഖിയ ഫീഹ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ, ഓരോ സംഘത്തെയും നരകത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുമ്പോൾ നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ അവര് ചോദിക്കുമെന്നാണ്, അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ എന്ന്. ഇമാം സഅദി റഹിമഹുല്ല നാം ജീവിക്കുന്ന കാലത്തോട് ചേർന്ന് ജീവിക്കുകയും ഏത് കാലത്തെയും മനുഷ്യർക്ക് ഉപകാരപ്പെടും വിധമുള്ള മനോഹരമായൊരു തഫ്സീർ രചിക്കുകയും ചെയ്ത മഹാപണ്ഡിതനാണ്. അദ്ദേഹം അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലേ എന്ന വചനത്തെ വിശദീകരിക്കുന്നിടത്ത് ഇവിടുത്തെ ഉദ്ദേശം പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും മാത്രമല്ല. ഒരു വ്യക്തിക്ക് മരണത്തെയും പരലോകത്തെയും ഖബറിനെയും ബോധ്യപ്പെടുത്തുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അയാൾക്കുള്ള മുന്നറിയിപ്പാണ്. അയാൾക്കെതിരിൽ ചൂണ്ടിക്കാണിച്ച്, അയാൾക്കെതിരിൽ ഉയർത്തിക്കാണിച്ച് വിചാരണക്ക് വിധേയമാക്കുന്ന കാര്യങ്ങളാണ് എന്നാണ്. അപ്പൊ ശരിക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ വാർത്തകളും നമുക്കെതിരെ നാളെ വിചാരണക്ക് ഉപയോഗിക്കുമെന്നത് നമ്മൾ മറക്കരുത്.
വാർത്തകൾ ഇങ്ങനെ കണ്ട് സ്ക്രോൾ ചെയ്ത് അവസാനിപ്പിക്കുക എന്നതിൻ്റെ അപ്പുറത്ത് അതിൽ നിന്നൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഇത് വലിയ നഷ്ടമായിരിക്കും നമുക്ക്. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഏത് സംഭവ വികാസം വരുമ്പോഴും അതിലൊരു ഹൈറുണ്ട് എന്ന് നമ്മൾ പറയും. അതിൽ വിശ്വാസികൾക്ക്, ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾക്കുള്ള ഏറ്റവും വലിയ ഹൈർ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ മനസ്സറിഞ്ഞൊരു അൽഹംദുലില്ലാ ചൊല്ലുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇത്തരം ചില കാര്യങ്ങൾ ഗൗരവത്തോടെ എടുക്കണം. നമ്മൾ അങ്ങനെ ഒരു മനസ്സറിഞ്ഞൊരു അൽഹംദുലില്ലാ ചൊല്ലിയോ? വാപ്പിയും എല്ലാവരും 11 ആളും പോയി, 12ാമത്തെ ഒരാൾ മാത്രം ബാക്കിയാണ്. 12 വയസ്സൊരു കുട്ടി. ആ കുട്ടീൻ്റെ വല്യപ്പനെ വിളിച്ചു, പാൻ്റെ കുട്ടി ഇങ്ങോട്ട് വാ, എനിക്ക് എന്നെ കാണാൻ പൂതിയായിട്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. പക്ഷേ കുടുംബ വീട്ടിൽ സന്ദർശിച്ചതായതുകൊണ്ട് വീട്ടിലെ സന്ദർശനമായിരുന്നു. അപ്പം അവിടെ കളി ഉപകരണങ്ങളും അതിൻ്റെ ഇടയിൽ നിന്ന് അവന് പോരാൻ തോന്നിയില്ല. അപ്പം 12 വയസ്സുള്ള അവൻ മാത്രം ബാക്കിയായി. വേറെ ദൂരെ ഏതോ ഹോസ്റ്റലിൽ പഠിക്കാൻ ബാക്കിയായ കുട്ടി മാത്രം ബാക്കിയായി. അല്ലേ? നമ്മൾ വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്ക്, നമ്മളെ മോൻ മാത്രം ബാക്കിയായി, നമ്മളൊന്നും ഇല്ലാത്തൊരു ദിവസം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം അവിടെയൊക്കെ മനസ്സറിഞ്ഞൊരു അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞോ എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനസ്സറിഞ്ഞൊരു അൽഹംദുലില്ലാ, ഒരു ശുക്റിൻ്റെ സുജൂദ്, ഇതൊക്കെ നമ്മളുടെ അടുത്ത് നിന്ന് ഉണ്ടായോ എന്നത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. നിരന്തരമായ പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടാകേണ്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഅതി അലൈക്കും സമാനുൻ ലാ യൻജു ഫീഹി ഇല്ലാ മൻ ദഅ ദുആൽ ഗരീഖ്. എന്താ യഅതി അലൈക്കും സമാൻ, നിങ്ങൾക്കൊരു കാലം വരും, ലാ യൻജു ഫീഹി, അന്ന് രക്ഷപ്പെടുകയില്ല, ഇല്ലാ മൻ ദഅ ദുആൽ ഗരീഖ്, വെള്ളത്തിൽ മുങ്ങിത്താകുന്നവൻ വിളിക്കുന്നത് പോലെ അത്രയും ആത്മാർത്ഥവും ശ്രദ്ധാപൂർണവുമായ വിളിക്കാത്ത ഒരാളും രക്ഷപ്പെടുകയില്ല എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ നമ്മുടെ കാലം കൂടുതൽ പരീക്ഷണങ്ങളിലേക്കും രോഗങ്ങളിലേക്കും അപകടങ്ങളിലേക്കും ഒക്കെ പോവാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വയന്ന ഒരു പ്രാർത്ഥന കൊണ്ട് കഴിച്ചിലാവില്ല എന്നാണ് എൻ്റെ പച്ച മലയാളം. ഇത്രയും സംഭവ വികാസങ്ങളിലൂടെ കടന്നുപോയിട്ടും നെഞ്ചു പൊട്ടി കണ്ണ് നിറച്ച് നമ്മുടെ കാര്യവും നമ്മുടെ സമൂഹത്തിൻ്റെ കാര്യവും പറയാനുള്ള പ്രാപ്തിയിലേക്കും മനോഗതത്തിലേക്കും തൗഫീഖിലേക്കും ഞാനും നിങ്ങളും എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് വലിയ എഡിറ്റിങ്ങുകൾ ആവശ്യമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഒരു 5 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കാനും ഈ ഒരു കാര്യം പരിഗണിച്ച് ഈ കാര്യം ഓർത്തെടുത്ത് ഒന്ന് തഹജ്ജുദിന് എണീക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അവനിലേക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനും ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള എഡിറ്റിംഗ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുണ്ട്. ലാ തഅജസു ഫി ദുആ ഫഇന്നഹു ലൻ യുഹ്ലക മഅ ദുആഇ അഹദുൻ. നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥനയിൽ നിങ്ങൾ ദുർബലരാകരുത്. പ്രാർത്ഥിക്കാൻ സമയം കിട്ടാതിരിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അശ്രദ്ധമായി പോവുക, പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുക, അങ്ങനത്തെ ഒരു സമൂഹമായി നിങ്ങൾ മാറരുത്. കാരണം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു ജനത പൊതുവെ എന്ത് ചെയ്യൂല, പരീക്ഷിക്കപ്പെടൂല, അവർ ശിക്ഷിക്കപ്പെടൂല, അവർക്ക് അദാബ് ഇറക്കപ്പെടുകയില്ല എന്ന് കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി പ്രാർത്ഥിക്കപ്പെട്ടിട്ടും ശിക്ഷയും അദാബും ഒക്കെ പരീക്ഷണങ്ങളൊക്കെ വരുന്നവരെ കുറിച്ച് എന്താ പറഞ്ഞത്? 3 നിലക്കാണ് പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുക. ഒന്നുകിൽ ചോദിച്ച ചോദ്യത്തിന് അപ്പം തന്നെ ഉത്തരം നൽകും, അതല്ലെങ്കിൽ എന്താ പറയാ, ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടൂല, വേറെ ചില ഉത്തരങ്ങൾ പടച്ചോൻ നൽകും. ആ ചോദ്യത്തിന്റെ ഉത്തരം നൽകൂല, വേറെ ചില ചോദ്യങ്ങളുടെ ഉത്തരം നൽകും, അല്ലെങ്കിൽ ഇത് മുഖാന്തരം വേറെ ചില നന്മകൾ നൽകും. ഇനിയോ ഏറ്റവും അവസാനത്തെ കാര്യമോ, ഇതൊന്നും ഉണ്ടായില്ല, അതിശക്തമായി പരീക്ഷിക്കപ്പെട്ടു എങ്കിൽ ആ പ്രാർത്ഥന നാളെ പരലോകത്തൊരു പുണ്യമായി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഒന്ന് നമ്മൾ ഉത്ബോധനം ഉൾക്കൊള്ളലാണെങ്കിൽ പാതി മാത്രം കാണുന്ന കയ്യും കുഴിച്ചെടുക്കുന്ന ശരീരവും 200 അടി ഉയരത്തുനിന്ന് സൂചിപ്പാറ ഡാമിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇടിച്ചു വീണ മയ്യിത്തുകൾ മരക്കഷ്ണങ്ങൾക്കും കല്ലുകൾക്കും ഇടയിലൂടെ ഉതിർന്നു വന്ന് അതിൻ്റെ ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട് അത് കഴുകി വൃത്തിയാക്കുന്ന സുഹൃത്തുക്കൾ, അല്ലെ, അത് മയ്യിത്ത് കഫം ചെയ്യുന്നവർ, അത് മറവ് ചെയ്യുന്നവർ, അത് കാത്തു നിൽക്കുന്നവർ, നമുക്കൊക്കെ അതിൽ പങ്കെടുത്തവരും അതിന് സാക്ഷിയായവരും അതിൽ നോക്കി നിൽക്കുന്നവരൊക്കെ നമുക്കെല്ലാവർക്കും അതിൽ നിന്ന് 10,000 ഉത്ബോധനങ്ങളുണ്ട്. ഓരോ വ്യക്തിയുടെയും തൗഫീഖിനനുസരിച്ചാണ് ആ ഉത്ബോധനം കിട്ടുക. ഞാൻ എൻ്റെ സംസാരത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ കാര്യം വൈകി വന്നവർക്ക് വേണ്ടി ആവർത്തിക്കുകയാണ്. നാളെ പരലോകത്ത് ഇതും കൂടി ചൂണ്ടിക്കാണിച്ചിട്ടാണ്, ഖുർആനും പ്രവാചകനും മാത്രമൊന്നല്ല,
ഇത്തരം കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചിട്ടാണ് നമുക്ക് നിങ്ങൾക്കതിൽ പാഠമുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുക എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാതിരിക്കുക. 2 പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്നത് വ്യക്തി നിർവഹിക്കുന്നിടത്തോളം അവനത് ഗുണകരമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നൊരു വ്യക്തിയുടെ മനോനിലയോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം, അയാൾ എത്ര ശക്തമായിട്ടും എത്ര ശ്രദ്ധയോടും കൂടി ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥിക്കുന്ന മനോനിലയിലേക്ക് എത്തിയാൽ മാത്രം രക്ഷപ്പെടുന്ന ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇനി 3-ാമത്തെ കാര്യം തൗബയും ഇസ്തിഗ്ഫാറുമാണ്. പ്രാർത്ഥന രക്ഷിക്കണേ, സഹായിക്കണേ, എനിക്ക് അത് തരണേ ഇത് തരണേ എന്നൊക്കെ പറഞ്ഞാണ് പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിച്ചത്. ഇസ്തിഗ്ഫാർ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? തൗബ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, ആ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു. സൂറത്തു തൗബ 126 പറയാണ്, അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈനി. അവലാ യറൗന, അവർ കാണുന്നില്ലേ, അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ, അവരെല്ലാ വർഷവും പരീക്ഷിക്കപ്പെടുന്നുണ്ട്, മറത്തൻ ഔ മറത്തൈനി, 1-2 തവണ അവർക്ക് വലിയ പരീക്ഷണങ്ങൾ വരുന്നുണ്ട്. മൊത്തം മനുഷ്യന്മാരറിയണേ, മൊത്തം ജനങ്ങൾ അറിയണേ, ആയിരങ്ങൾ മരിക്കുന്ന, 100 കണക്കിന് ആളുകൾ മരിക്കുന്ന, ആയിരങ്ങൾ അഭയാർത്ഥികളാകുന്ന പരീക്ഷണങ്ങൾ അവർക്ക് വരുന്നുണ്ട്. പക്ഷേ ലാ യതൂബൂന വലാഹും യദ്ദക്കറൂൻ, അവർ തൗബ ചെയ്യണമില്ല, അവർ ഉത്ബോധനം ഉൾക്കൊള്ളണമില്ല. സുഹൃത്തുക്കളെ, 4-5 ദിവസമായി ഇത്ര വലിയൊരു ദുരന്തം വന്നിട്ട്. അതിന് മുമ്പ് നമുക്ക് കോവിഡ് വന്നു, ഇടയ്ക്ക് നിപ്പ വന്നു, പല നാടുകളിലും 100 കണക്കിന് ആളുകൾ മണ്ണിനടിയിലായി പോയ ഭൂകമ്പങ്ങൾ വന്നു. ഗംഗവാലിപ്പുഴയുടെ അരികിൽ ഒരു മനുഷ്യന് വേണ്ടിയുള്ള തെരച്ചിലുകൾ നമ്മൾ നടത്തി. ഇതിന്റെ ഇടയിലൊക്കെ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അല്ലാഹുമ്മ ഗഫിർലി, പടച്ചോനെ എനിക്ക് പുറത്തുണ്ടാ, ഞാൻ എപ്പോഴാ പോണതെന്ന് എനിക്കറിയില്ല, ഞാൻ ഇന്ന പാപം ചെയ്യുന്ന ആളാണ്, അത് ഞാൻ നിർത്തിക്കോളാം, സ്വകാര്യതയിൽ എനിക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അതെന്നെ ഒഴിവാക്കിക്കോളാം, അള്ളാഹുവേ അതിനുള്ള മനഃശക്തി എനിക്ക് കൊണ്ടാ, ആ ഹവയെ, ആ ഇച്ഛയെ, ആ ഒരു തിന്മയെ അത് എനിക്ക് നീ ഒഴിവാക്കിക്കൊണ്ടാ എന്ന നിലക്ക് നമുക്ക് എത്രത്തോളം പറയാൻ സാധിച്ചു. ഇന്നഹാല തൻകസിഫു ലി ഹയാത്തി അഹദിൻ വല ലി ഹയാത്തിൻ വല ലി മൗത്തിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഭൂകമ്പം ഉണ്ടായപ്പോ പ്രവാചകന്റെ പുത്രൻ, ഭൂകമ്പല്ല, ഗ്രഹണമുണ്ടായപ്പോ പ്രവാചകന്റെ പുത്രൻ മരിച്ചതിലുള്ള സൂര്യന്റെ ദുഃഖസൂചകമായ പ്രകടനമാണത് എന്ന് ആരോ സംസാരിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, ഒരാളുടെയും മരണത്തിനും ജനനത്തിനൊന്നും വേണ്ടി അങ്ങനെ ഗ്രഹണം ഉണ്ടാകുന്നില്ല. വലാകിൻ അല്ലാഹ യുർസിലുഹ യുഖവ്വിഫു ബിഹാ ഇബാദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്രഹണം ഉണ്ടാക്കുന്നതും ഭൂകമ്പം ഉണ്ടാക്കുന്നതും ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ വ്യക്തികൾക്ക് ഉത്ബോധനം ഉൾക്കൊള്ളാനും അവർക്ക് തിരിച്ചറിവുണ്ടാകാനും അവർക്ക് ഭയത്തോടു കൂടെ അള്ളാഹുവിലേക്ക് മടങ്ങാനും വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ഭയവിഹ്വലരായി എത്തുക, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇസ്തിഗ്ഫാറിലേക്ക് എത്തുക എന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് പൂർണ്ണമായി തൗബ ചെയ്ത് മടങ്ങുന്നവരാകണം എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ, ജീവിതത്തിൽ ആവർത്തിക്കുന്ന പാപങ്ങൾ, രണ്ടും രണ്ടാണ്. ജീവിതത്തിൽ അപൂർവമായി മാത്രം സംഭവിച്ചു പോയ പാപങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ നമ്മൾ ഇത്രയും കാലം ഒരു വട്ടം പോലും ഇസ്തിഗ്ഫാർ നടത്താത്ത പാപങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, തെറ്റാണെന്ന് നമുക്ക് അറിഞ്ഞിട്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുക എന്നുള്ളത് പ്രധാനമാണ്. 4-ാമത്തെ കാര്യം ജീവിതത്തിലെ നിലപാടുകൾ നന്നാക്കുക എന്നുള്ളതാണ്. മുൻഗാമികളായ മഹാപണ്ഡിതന്മാര് അവർക്ക് എന്താ പറയാ, ഭൂകമ്പങ്ങളൊക്കെ വന്നപ്പോ അവര് ജനങ്ങളോട് പറഞ്ഞത്, ഇന്ന റബ്ബക്കും യസ്തഅതിബുക്കും ഫഅതിബു, നിങ്ങളെ റബ്ബ് നിങ്ങളെ ആക്ഷേപിക്കുകയാണ്. ഈ ഭൂകമ്പങ്ങൾ നിങ്ങൾ ചെയ്ത ചെയ്തികളോടുള്ള റബ്ബിന്റെ ആക്ഷേപ പ്രകടനമാണ്, തിന്മകളോടുള്ള റബ്ബിന്റെ ആക്ഷേപ പ്രകടനമാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അൻകബൂത്തിലെ 40 കാണാം, ഫകുല്ലൻ അഖദ്നാഹു ബിദംബിഹി, ഓരോരുത്തരെയും അവരുടെ പാപം കാരണമാണ് പിടികൂടുന്നത്. ഫമിൻഹും മൻ അർസൽനാ അലൈഹിം ഹാസിബ, ചില ആളുകൾക്ക് നാം ചരൽക്കാറ്റുകൾ അയച്ചിട്ടുണ്ട്. വമിൻഹും മൻ അഖദതുഹു സ്വൈഹ, ചില ആളുകൾക്ക്
കൊടുങ്കാറ്റുകൾ കൊണ്ട്, ഭീകര ശബ്ദങ്ങൾ കൊണ്ട് അവരെ പരീക്ഷിച്ചിട്ടുണ്ട്. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള, ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞവരുണ്ട്. വമിൻഹും മൻ അഗ്റഖ്നാ, നാം മുക്കിക്കൊന്നവരുണ്ട്. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും, അള്ളാഹു ആരോടും അക്രമം ചെയ്യുന്നതല്ല. വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ, അവർ സ്വയം എന്ത് ചെയ്യുന്നതാണ്, അക്രമം ചെയ്യുന്നതിന് കിട്ടുന്ന ശിക്ഷയാണിത് എന്നാണ്. അപ്പൊ പാപങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുമ്പോ നാം ഓർക്കേണ്ടത്, പാപങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുമ്പോ നമ്മൾ ഓർക്കേണ്ടത് നിലപാടുകൾ നന്നാക്കണം എന്നുള്ളത് തന്നെയാണ്. കല്യാണത്തിന്റെ ഭാഗമായി ഇന്ന് എന്തൊക്കെ നടക്കണത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കല്യാണത്തിന്റെ ഭാഗമായി അടിമുടി ആഭാസ പ്രകടനങ്ങളാണ്, അടിമുടി ആഭാസ പ്രകടനങ്ങളിലേക്കാണ് പോകുന്നത്. നോക്കൂ നിങ്ങൾ, നിലപാടുകൾ നന്നാക്കുക എന്നത് ഗൗരവപൂർവം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു മേഖലയാണ്. ഇതുപോലത്തെ ഒരു മഹാദുരന്തത്തിന്റെ മുന്നിൽ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ചില ആളുകൾക്കത് തലയിക്കെടുക്കാൻ കൂടി പറ്റൂല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്താ റസൂലുള്ളാഹി പഠിപ്പിച്ചത്? ഇന്ന ഫീ ഉമ്മത്തി ഖസഫൻ വമസഖൻ വഖദഫൻ, എൻ്റെ ഉമ്മത്തിൽ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയലും രൂപമാറ്റം വരുത്തലും ഒക്കെ ഉണ്ടാകും. എന്താ കാരണം? യശ്ഹദൂന അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് സാക്ഷിയാകുന്ന ആളുകൾ തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വഴിയിൽ സഞ്ചരിക്കുന്നവർ തന്നെയാണ്. പക്ഷേ എപ്പോഴാണത് പറ്റുക? ഇത് അല്ലഹറത്തിൽ മആസിഫ് വൽ ഖംർ വലബ്സുൽ ഹരീർ, സംഗീത നിശകൾ വർദ്ധിക്കുകയും സംഗീത നിശകളിൽ ആടിപ്പാടുന്ന ഏർപ്പാടുകൾ വർദ്ധിക്കുകയും അതുപോലെ തന്നെ മദ്യം വ്യാപിക്കുകയും പട്ടുധരിക്കുകയും ചെയ്യുന്ന കാലത്ത് ഇത് ഉണ്ടാകും എന്നാണ്. ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനം എന്താണെന്നാവോ ആൾക്കാർക്ക് പറയാനുള്ളത്? മനസ്സിലായില്ലേ? വളരെ കണിശമായി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. യംസഖു ഖൗമു മിൻ ഹാദിഹിൽ ഉമ്മത്തി ഫി ആഖിരി സമാൻ ഖിർദതൻ വഖനാസിറ, അന്ത്യദിനമെത്തുമ്പോ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളൊക്കെ അള്ളാഹു പന്നിയും പട്ടിയുമാക്കി മാറ്റും. യാ റസൂലല്ലാഹ് അലൈസ യശ്ഹദൂന അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷിയാകുന്നവരല്ലേ? വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പ്രവാചകനെ വിശ്വസിക്കുന്നവരല്ലേ എന്ന് ചോദിച്ചപ്പോ ബൽ വയസുമൂൻ വയുസല്ലൂൻ വയഹുജൂൻ, അവർ നിസ്കരിക്കും, അവർ നോമ്പ് നോൽക്കും, അവർ ഹജ്ജ് ചെയ്യും. ഫമാ ബാലുഹും, എന്നിട്ട് എന്തേ നബിയെ അവരെ പന്നിയും പട്ടിയുമാക്കി മാറ്റുന്നത്? അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൊടുത്ത ഉത്തരം ഇത്തിഖാദുൽ മആസിഫ് വദ്ദുഫൂഫ് വൽഖീനാത്ത് ഫബാതു അലാ ശുർബിഹിം വലഹ്വിഹിം ഫാസ്ബഹു വഖദ് മസഖു ഖിർദതൻ വഖനാസീറ. അല്ലേ? വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാര് ഉദ്ധരിച്ച ഹദീസുകളാണ്. അവർ സംഗീത നിശകളിലായിരിക്കും, അവർ മ്യൂസിക് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അവര് ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതുപോലെ തന്നെ വൽഖൈനാത്ത്, അവർക്ക് നൃത്തം ചവിട്ടുന്ന സ്ത്രീകൾ അവർക്കുണ്ടാകും. ഫബാതു അലാ ശുർബിഹിം, അവര് വെള്ളടിച്ച് രാത്രി സമയം ചെലവഴിക്കും. വലഹ്വിഹിം, അവരുടെ ഇച്ഛകളിലായിരിക്കും അവർ. ഫാസ്ബഹു വഖദ് മസഖു ഖിറദതൻ വഖനാസീറ, രാവിലെ ആകുമ്പോ ഈ വെള്ളടിച്ച് വട്ടം കൂടി ഇരിക്കുന്നവരുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് പന്നികളെയും അതുപോലെ തന്നെ എന്താ പറയാ കൊരങ്ങന്മാരെയും നിങ്ങൾക്ക് കാണാം എന്നാണ്. അല്ലെ? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം 3 രീതിയിലുണ്ട്. ഒന്ന് പ്രവചിച്ചു, അത് സംഭവിച്ചു. അതിന്റെ ഉദാഹരണമാണ് ചന്ദ്രൻ പിളർന്ന സംഭവം. ചിലത് അള്ളാഹുവിന്റെ റസൂൽ പ്രവചിച്ചു, അത് അന്നും സംഭവിച്ചു, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഉദാഹരണമാണ് ഇൽമ് ഉയർത്തപ്പെടുക എന്നത്. ഒരു പണ്ഡിതൻ മരിക്കുമ്പോൾ പകരം മറ്റൊരാൾ എന്ത് ചെയ്യുന്നില്ല? ഉയർത്തപ്പെടുന്നില്ല, ഉണ്ടാക്കപ്പെടുന്നില്ല. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് വഫാത്തായി, മരണപ്പെട്ടുപോയി. ഷെയ്ഖ് അൽബാൻ റഹിമഹുല്ലാഹ് പറഞ്ഞ എന്താ അറിയോ? ഇബ്നു ഹജറിനെ പോലെ പിന്നെ ഒരാളെയും ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല എന്ന്. മഹാപണ്ഡിതന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇബ്നു ഹജറിനെ പോലെ ഒരാൾ വേറെ ഉണ്ടായിട്ടില്ല. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് മരണപ്പെട്ടു പോയി, ആ സ്ഥാനത്തേക്ക് വേറൊരു പണ്ഡിതൻ വന്നിട്ടില്ല. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് മരണപ്പെട്ടു പോയി, ആ സ്ഥാനത്തേക്ക് വേറൊരു പണ്ഡിതൻ വന്നിട്ടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മരണപ്പെട്ടു പോയി, ആ സ്ഥാനത്തേക്ക് പറ്റിയ വേറൊരാൾ ഉണ്ടായിട്ടില്ല. അപ്പോ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി ചിലതുണ്ട് സംഭവിക്കാനിരിക്കുന്നത്, ഒരിക്കൽ പോലും സംഭവിച്ചിട്ടില്ലാത്തത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ ചിലത് സംഭവിച്ചു, ചിലത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, ചിലത് സംഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നമ്മളെ ശരിയാക്കണം, ഞാൻ എന്നെ ശരിയാക്കണം, നമ്മൾ ഓരോരുത്തരും നമ്മളെ ശരിയാക്കണം. അല്ലെ? ഇത്തരമൊരു ശക്തമായ നിലപാട് മാറ്റത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്കുണ്ടാകേണ്ട നാലാമത്തെ ഒരു വിഷയം. ആ നിലക്ക് നമ്മൾ അതിനെ ചുരുക്കി പറയാണ്. 5-മത്തെ കാര്യം എന്താ അറിയോ?
മനുഷ്യന്റെ ചെയ്തിയുടെ ഫലമാണ് ഇതൊക്കെ എന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് അയ്ദിൻ നാസ്. കടലിലും കരയിലും വ്യാപകമായ ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് മനുഷ്യന്റെ ചെയ്തികൾ കൊണ്ടാണ്, മനുഷ്യന്റെ തിന്മകൾ കൊണ്ടാണ്. വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് അയ്ദീകും. നിങ്ങൾക്ക് എന്തൊക്കെ ദുരിതം വരുന്നുണ്ടോ ആ ദുരിതം മുഴുവൻ നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണ് എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഗൗരവപൂർവ്വം ഇത്തരം മേഖലയിൽ വ്യത്യസ്തമായ എഡിറ്റിങ്ങുകൾക്ക് സ്വയം വിധേയ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്തറിയോ, മനുഷ്യന്റെ ചെയ്തികൾ കൊണ്ടാണെന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മനുഷ്യന്റെ ശിർക്കും പാപവും തന്നെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, ഏതോ ഒരാൾ ഇങ്ങനെ ഒരു മുതിർന്ന ആൾ വീഡിയോ എടുത്തു കൊടുക്കുക, ചെറിയ കുട്ടികൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. വയനാട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കണേ? വെള്ളം കയറണേ, ആകെ വെള്ളം നിറയണേ, സ്കൂളില്ലാതാകണേ. ഒരു ചെറിയ കുട്ടിനെ കൊണ്ട്, ആ കുട്ടി അതിൽ പ്രതിയല്ല, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആകെ വെള്ളം കയറണം, സ്കൂളില്ലാതാകണമെന്ന് വീഡിയോ എടുത്ത് റീല് നിർമ്മിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഇത്തരം എന്താ പറയാ എന്തൊക്കെയാണ് നമ്മുടെ സമുദായം കാട്ടിക്കൂട്ടുന്നത്. റീല് കിട്ടാനും റീലിന് റീച്ച് കിട്ടാനും ഫോട്ടോഷൂട്ടുകളും ഒക്കെ. നമ്മൾ നമ്മുടെ വീടിനെയും കുടുംബത്തെയും സമൂഹത്തെയും സുരക്ഷിതമാക്കുന്നിടത്ത് ശരിയായ സമീപനം സ്വീകരിക്കുന്നവരായി സുഹൃത്തുക്കളെ നമ്മളെങ്കിലും മാറണമെന്ന് വളരെ ഗൗരവപൂർവ്വം ഈ ഒരു ഘട്ടത്തിൽ ഉപദേശിക്കുകയാണ്. എന്താ ഇത്തരം വാക്കുകളൊക്കെ പ്രാർത്ഥനകളായി സംഭവിക്കും. അല്ലെ, ചെറിയ കുട്ടികളെ പ്രാർത്ഥന പഠിച്ചോ വേഗം കേൾക്കും. എന്താ സംശയം? വയസ്സായ മനുഷ്യന്മാരുടെ പ്രാർത്ഥന പഠിച്ചോ വേഗം കേൾക്കും. അപ്പോ ഇത്തരം കാര്യങ്ങൾ, പ്രാർത്ഥനകളൊന്നും കളിതമാശകൾക്കുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ശിർക്കൻ നിലപാടുകൾ എവിടേക്കാ എത്തുന്നത്? അങ്ങ് മടവൂരിൽ കിടക്കണ ഒരു വ്യക്തി, അയാള് ലോകം നിയന്ത്രിക്കുന്ന പച്ച മലയാളത്തിൽ പറയാണ്. എന്നിട്ട് അതാണ് ഇപ്പൊ തർക്കം രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ. അങ്ങനെ ആ വാക്ക് പറയാൻ പറ്റുമല്ലേ എന്നുള്ള തർക്കം. നിയന്ത്രിക്കും, പക്ഷേ ആ വാക്ക് പറയാൻ പറ്റുമോ? ഫ്ലൈറ്റിനെ ആകാശത്ത് നിയന്ത്രിക്കണ ശേഖും എന്താ മൂപ്പരൊന്ന് അശ്രദ്ധമായാൽ മൊത്തം ലോകത്തോടുന്ന ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടുന്ന വിശ്വാസം. ഈ ജാതി വിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ, ആ വിശ്വാസത്തിൽ വിശുദ്ധി സംഭവിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് രക്ഷയുള്ളൂ. എന്താ അള്ളാഹുവിന്റെ ഖുർആൻ ആ കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ജനതയുടെ വലൗ അന്ന അഹ്ലൽ ഖുർആൻ ആമനു വത്തഖൗ, ഒരു ജനത ശരിയായി വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ, അവർക്ക് അനുഗ്രഹങ്ങൾ ആകാശത്ത് നിന്ന് ഇറങ്ങുക തന്നെ ചെയ്യും. വലാകിൻ കദ്ദബു ഫഅഖദഹും ബിമാ കാനൂ യക്സിബൂൻ, പക്ഷേ അവർ കളവാക്കുകയായിരുന്നു, അവർ കളവാക്കിയത് കൊണ്ട് തന്നെയാണ് അവർ പിടിക്കപ്പെട്ടത് എന്ന് വളരെ ഗൗരവപൂർവ്വം പഠിപ്പിക്കുകയാണ്. ഇനി സുഹൃത്തുക്കളെ, ഇതിൽ നമ്മൾക്കുണ്ടാകേണ്ട മറ്റൊരു കാര്യം, ഒരു വിശ്വാസികൾ എന്നുള്ളതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരെ സഹായിക്കലാണ്. ദുരന്തബാധിതരെ സഹായിക്കലാണ്. ദുരന്തബാധിതരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റും. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുള്ള സഹായമാണ് ഏറ്റവും വലിയ സഹായം. രണ്ട്, ആ മണ്ണിലെത്തിയിട്ടുള്ള സഹായമാണ്. ആ മണ്ണിലെത്തിയിട്ടുള്ള സഹായത്തിന് സർക്കാർ വളരെ കൃത്യമായ ചില റെസ്ട്രിക്ഷൻസുകൾ വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ അവിടെ നേരിട്ട് പോയിരുന്നു, സന്ദർശിച്ചിരുന്നു, ആ കാര്യം വെരിഫൈ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ തെരച്ചിൽ, ആ സംഭവിച്ച സ്ഥലത്തെ തെരച്ചിൽ അത് കൃത്യമായി സൈനിക വിഭാഗങ്ങളും ബാക്കിയുള്ളവരൊക്കെയാണ് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പരിശീലനം കിട്ടിയ ആളുകളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശീലനം എടുക്കുക എന്നുള്ളത് നമ്മൾ ഈ പുതിയ കാലത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോടൊക്കെ ഞാൻ പറയണം, പ്രത്യേകിച്ച് വ്യത്യസ്തമായ മേഖലയിൽ പരിശീലനങ്ങൾ എടുത്ത് റെസ്ക്യൂ ഓപ്പറേഷനുകളിൽ പങ്കെടുക്കാൻ നമുക്ക് പറ്റും. അതിനാവശ്യമായ പരിശീലനങ്ങൾ നമ്മൾ സിദ്ധിക്കണം. അത് ചില വ്യക്തികൾക്ക് വാജിബായിരിക്കും, ചില വ്യക്തികൾക്ക് വാജിബായിരിക്കും. ആരോഗ്യക്ഷമതയുള്ള, കായികക്ഷമതയുള്ള വ്യക്തികൾക്ക് വാജിബായിരിക്കും അത്. കാരണം ഇതൊന്നും നമ്മുടെ നാട്ടിലൊന്നും വരൂല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഇതെവിടെ എപ്പോഴും പ്രത്യക്ഷപ്പെടാം. അപ്പൊ വെറും കാഴ്ചക്കാരായി നിലവിളിക്കുന്നവരായി നിൽക്കേണ്ടവരല്ല നമ്മുടെ യുവാക്കൾ. ഇവിടുത്തെ ഗവൺമെന്റ് സിസ്റ്റങ്ങൾ, സൈനിക സംവിധാനങ്ങൾ കൊടുക്കുന്ന ശരിയായ റെസ്ക്യൂ ഉണ്ട്. നിങ്ങൾ നോക്ക്, ഇസ്ലാമിക ചരിത്രം എടുത്താൽ നമുക്ക് കാണാൻ പറ്റും. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫസിയാഹുൽ മദീനത്തി ദാത്ത ലൈലത്തിൻ, അന്നത്തെ രാത്രിയിൽ മദീനയിലെ മനുഷ്യർ ഭയവിഹ്വലരായി. ഫൻതലഖന്നാസു ഖിബല സൗത്ത്, ശബ്ദം കേട്ട ഭാഗത്തേക്ക് രാത്രിയുടെ ഇരുട്ടിനെ വകഞ്ഞു മാറ്റി ജനങ്ങൾ ഓടിയെത്തി. ഫസ്തഖ്ബലഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് സബഖന്നാസു ഇല സൗതി, ജനങ്ങളൊക്കെ അവിടെ എത്തും മുമ്പ് പ്രവാചകൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഹുയഖുൽ ലാ തുറാഉ ലൻ തുറാഉ, പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ടെന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശ്വാസവുമായി
പ്രവാചകൻ അവിടെ എത്തുന്നു. വഹുവ അലാ ഫറസിൻ ലി അബീ ത്വൽഹത, അബൂ ത്വൽഹയുടെ കുതിരപ്പുറത്ത് പ്രവാചകൻ അവിടെ കുതിച്ചെത്തിയിരുന്നു. അരികത്ത് താമസിക്കുന്ന അബൂ ത്വൽഹയുടെ വീട്ടിലെ കുതിരയെ ആ നിമിഷം, ശബ്ദം കേട്ട നിമിഷം അതിന്റെ പുറത്ത് കയറി പ്രവാചകൻ അവിടെ എത്തിയിരുന്നു എന്നാണ്. അതുകൊണ്ട് ധൈര്യമുള്ളവരായി വിശ്വാസികൾ മാറുക എന്നുള്ളത് പ്രധാനമാണ്. വേണ്ട പരിരക്ഷകളൊക്കെ നമ്മൾ സ്വീകരിക്കണം, അല്ലെ? ട്രോമാ കെയർ പരിശീലനങ്ങളിൽ പങ്കെടുക്കണം. നമ്മൾ കുറച്ചു മുമ്പ് നമ്മുടെ സംഘടനാ സംവിധാനം ട്രോമാ കെയർ പരിശീലനം കൊടുത്ത് അടുത്ത ദിവസം രാവിലെ ഒരു സുഹൃത്ത് വിളിക്കുകയാണ്, ഞാൻ ഇന്നലെ പരിശീലനം കഴിഞ്ഞ് വന്ന് നേരെ എത്തിയപ്പോ എളാപ്പ കാർഡിയാക് അറസ്റ്റിൽ ഇങ്ങനെ പെടയാണ്. നേരെ ചെന്നു CPR കൊടുക്കാൻ ആദ്യമായിട്ട് പഠിച്ചത് അന്നാണ്. CPR കൊടുത്തു. നേരെ നമ്മുടെ ഒരു ആംബുലൻസ് ഉണ്ട്, അവിടെ സംഘടനന്റെ ഒരു ആംബുലൻസ് ഉണ്ട്, ആ ആംബുലൻസിൽ കയറ്റി അദ്ദേഹത്തെ കൊണ്ടുപോയി ഡോക്ടറോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനല്ല മൂപ്പര ജീവിതത്തേക്ക് തിരിച്ചുകൊണ്ട് നിങ്ങളാണ്, നിങ്ങൾ കൊടുത്ത CPR ആണ്. അപ്പൊ ഈ വിഷയം ചർച്ച ചെയ്തപ്പോ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ ഭാര്യയോട് ഇത് പറഞ്ഞപ്പോ ഭാര്യ എന്നോട് പറഞ്ഞു, അല്ലാ എനിക്ക് CPR തരാം, നിങ്ങൾ പഠിച്ചത് നന്നായി. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, എനിക്ക് കാർഡിയാക് അറസ്റ്റ് ഒന്ന് ആരാ തരിക? അപ്പൊ ഇങ്ങനത്തെ പ്രഥമ രക്ഷാ കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിക്കേണ്ടതാണ്. ഒരു തീപ്പൊള്ളൽ ഉണ്ടായി എന്താ ചെയ്യേണ്ടത്, അല്ലേ? ഇവിടെ ബേപ്പൂരിൽ വലിയ അപകടം ഉണ്ടായി, ഫ്ലൈറ്റ് ദുരന്തം ഉണ്ടായി. ഇന്റർനാഷണൽ നിയമപ്രകാരം ഫ്ലൈറ്റ് ദുരന്തത്തിന്റെ കാര്യത്തിലുള്ളത് എന്താണ്? ആ ഫ്ലൈറ്റ് വന്നാൽ അതിന്റെ എക്സ്പ്ലോഷൻ സാധ്യതകൾ, പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകൾ കൂടി നോക്കിയിട്ടാണ് അതിന്റെ അടുത്തേക്ക് പോവുക. പക്ഷെ ഇത് മലപ്പുറത്തെ മനുഷ്യരാണ്, അവര് വേലിക്കെട്ടുകൾ വലിച്ചു നീക്കി അങ്ങോട്ട് ഇടിച്ചു കയറി. ഇവിടെ മലപ്പുറത്ത് ജോലി ചെയ്യണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, അവരെ വിട്ടേക്ക്, നിങ്ങളങ്ങനെ മതിൽ കെട്ടിയിട്ടൊന്നും കാര്യമില്ല, ഓര് പോകും, അല്ലെ? ഓര് പോകും. അവിടെ നിന്ന് ആളുകളെ കൊണ്ടുപോയപ്പോ ചില ആളുകളെ കൊണ്ടുപോയത് ലോറിയിലാണ്, ചില ആളുകളെ കൊണ്ടുപോയത് ലോറിയിലാണ്. അവിടെ ആംബുലൻസ് ഇല്ലാത്ത, പിന്നെ കാറൊക്കെ ഉണ്ടായിട്ടും ലോറി കൊണ്ടുപോകാൻ കാരണം എന്താ? കടത്തിയ കൊണ്ടുപോണ്ട്. ഊരക്ക് പറ്റിയ ആളുകളെ നമ്മൾ കാറിൽ കൊണ്ടുപോയ പിന്നെ ആ ഊരോണ്ട് ഒന്നിനും പറ്റൂല. ഇങ്ങനത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കണം. അതുപോലെ തന്നെ ട്രോമാ കെയർ പരിശീലനങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ നമ്മൾ എത്തണം. അതൊക്കെ വിശ്വാസപരമായ ബാധ്യതയാണ്, വിശ്വാസപരമായ ബാധ്യതയാണ്. അത് സമൂഹത്തിൽ എന്താ പറയാ, ഒരു സാമൂഹികമായ കാര്യമല്ല, വിശ്വാസപരമായ ബാധ്യതയാണ്. ആരോഗ്യം കഴിവൊക്കെ ഉള്ള ആളുകൾ അത്തരം രംഗത്തേക്ക് എത്തുക എന്നുള്ളത്. അതേപോലെ വീടുകളൊക്കെ പോയി, ഉടുതുണിക്കും മറുതുണിയില്ല. നമ്മുടെ കളക്ഷൻ സെന്റർ പെരിന്തൽമണ്ണയിലുണ്ട്, നമ്മൾ അവിടെ കളക്ഷൻ സെന്റർ തുടങ്ങിയിട്ടുണ്ട്. മേപ്പാടിയിലെ സെന്ററിൽ നമ്മൾ കളക്ഷൻ സെന്റർ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്, അല്ലെ? ഏതോ ഒരു സംഘപരിവാരുകാരൻ പറയുന്നൊരു ശബ്ദം കേട്ടു ഇന്ന് രാവിലെ റേഡിയോയിലെ 2 മണിക്കൂർ തത്സമയ സംപ്രേഷണത്തിലെ അയാളുടെ ഓഡിയോ കേൾപ്പിച്ച് ഈ വിഷയത്തിന് നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. SSF SYS എന്നൊക്കെ എഴുതിയിട്ട് അവരിങ്ങനെ എന്താണ്, ദുരന്തമുഖത്ത് അങ്ങനെ പണിയൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഷോ ഓഫ് കാണിക്കുകയാണ്. സംഘപരിവാരത്തിന്റെ ദുഷിച്ച ചിന്ത കൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തുമ്പോ ഇങ്ങനെയേ പറയാൻ കഴിയൂ. അവിടെ പ്രവർത്തിക്കുന്ന മുഴുവൻ സംഘടനകളും, ലേബലൊട്ടിച്ചവരും ലേബലൊട്ടിക്കാത്തവരും ഒക്കെ ചെയ്യുന്ന ത്യാഗം അറിയണമെങ്കിൽ ആ മണ്ണിൽ പോകണം. അവിടെ കൊടികെട്ടിയ ഒരു ടീമിനെ മാത്രമേ കണ്ടുള്ളൂ, അത് BJP-ക്കാരാണ്. ഞാൻ വളരെ തുറന്നു പറയാണ്, അവരെ മാത്രമേ കണ്ടുള്ളൂ. ബാക്കി ആരും കൊടികെട്ടി അവിടെ പ്രവർത്തിക്കണില്ല. അഡ്രസ് ഉണ്ടാവും, നമ്മളെ പോലത്തെ സംഘടനകൾ അഡ്രസ്സ് പ്രത്യക്ഷപ്പെടുത്തിയിട്ടാവില്ല അവിടെ പ്രവർത്തിക്കണേ. പക്ഷേ അഡ്രസ്സ് പ്രത്യക്ഷപ്പെടുത്തി പ്രവർത്തിക്കുക എന്നുള്ളൊരു കുറ്റമൊന്നുമല്ല. എന്നിട്ട് ഇയാൾ പറയണ എന്താ അറിയോ, മരണമുഖത്ത് എന്താ പിന്നെ ആശുപത്രിയിൽ നിന്ന് ബോഡി ഇങ്ങോട്ട് കൊടുക്കുക അങ്ങോട്ട് കൊടുക്കുക, അതൊക്കെ അവർ ചെയ്യണ പണി, അതൊരു പണിയല്ലേ? അത് മാത്രല്ല, നിലമ്പൂർ കാടുകളിലൂടെ മനുഷ്യ മൃതദേഹം തേടി ഇപ്പോഴും അലയുന്നുണ്ട് ഈ ജുമാ ഫർളല്ലാത്ത മനുഷ്യർ. 25 കിലോമീറ്ററിൽ 15 കിലോമീറ്റർ ഞങ്ങൾ പോയതുള്ളൂ, ബാക്കി 10 കിലോമീറ്റർ അവിടെ ബാക്കിയുണ്ട് എന്നാണ് അവിടെ ഇടപെട്ട ആളുകൾ നമ്മളോടൊക്കെ പറഞ്ഞത്. ഇനിയും ഉണ്ടാകും. മയ്യത്ത് തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ആംബുലൻസുകൾ നിരത്തിയിട്ടിരിക്കുകയാണ്, ആംബുലൻസ് നിരത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സുഹൃത്തുക്കളെ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ഗൗരവതരമായ സമീപനം നമുക്കുണ്ടാകണം. ഇന്ന് എല്ലാ പള്ളികളിലും എല്ലാ സംഘടനകളും കളക്ഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്, നമ്മളെ സംഘടന അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ വലിയ പ്രതികരണമാണ് ആളുകൾ തന്നത്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മാൻ പവർ ആവശ്യമുണ്ട്. നമുക്ക് വയനാട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. എപ്പോഴാ? വയനാട്ടിലെ വീടുകളിലേക്ക് ഈ 8000 മനുഷ്യർ തിരിച്ചു ചെല്ലുമ്പോൾ കുറച്ചാളുകൾക്കൊക്കെ വീടുണ്ടാകും. ആ വീടുകളിൽ മനുഷ്യന്റെ തലന്റെ മേലേക്ക് ചളി, ആ ചളി ക്ലീൻ ആക്കി കൊടുക്കണ പണിക്ക് പോകണം. ആലുവയിൽ പോയിട്ടുണ്ട് നമ്മള്, കവളപ്പാറയിൽ പോയിട്ടുണ്ട് നമ്മള്, അല്ലെ? അവിടുത്തെ മെഷീനുകൾ കേടുവന്നത് നേരാക്കി കൊടുക്കണം, അതിന് വർക്ക്ഷോപ്പുകൾ തുടങ്ങണം. അപ്പൊ ഇലക്ട്രീഷ്യൻസിന് ആവശ്യമുണ്ട്, ഇലക്ട്രീഷ്യൻസിനെയും കൊണ്ട് പോയിട്ടുണ്ട് നമ്മള്. വയറിങ്ങുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ആശാരിന് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ പടവുകാരന് ആവശ്യമുണ്ട്, കൂലി വാങ്ങാത്ത ഒരു ജോലിയുടെ ദിവസം ആവശ്യമുണ്ട്. അതൊക്കെ ഓരോരുത്തരും ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ്, ദൗത്യങ്ങളാണ്, ഏറ്റെടുക്കേണ്ടതാണ്. എന്താണ് സംശയം?
അതിൽ ജാതി മതത്തിന്റെ വ്യത്യാസമൊന്നുമില്ല. സർവ്വ മനുഷ്യർക്കും വേണ്ടി ഇറങ്ങണം. അങ്ങനത്തെ ആഹ്വാനങ്ങൾ വരുമ്പോൾ അങ്ങനെ സംഘടനകളൊക്കെ ആഹ്വാനം ചെയ്യും. നമ്മുടെ ഡയറക്ഷൻ എന്തായാലും വരും. നമ്മളിപ്പോൾ ചെയ്യുന്നത് ക്യാമ്പുകളിൽ പോയി ആ ക്യാമ്പിലുള്ള സ്റ്റോക്ക് നോക്കും. സ്റ്റോക്ക് നോക്കിയിട്ട് ഒരു ആപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പോർട്ടൽ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോർട്ടൽ. വെറും 3 മണിക്കൂർ കൊണ്ടാണ് എൻ്റെ സുഹൃത്തുക്കൾ അതുണ്ടാക്കിയത്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഉറക്കൊഴിച്ചിരുന്നുണ്ടാക്കി. എവിടെ പോയാലും നേരെ ചെന്ന് എന്താണ് റിക്വയർമെന്റ് എന്ന് രേഖപ്പെടുത്താൻ പറ്റും. അത് നമുക്ക് ഡാഷ്ബോർഡിൽ കിട്ടും. അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന, ആ കറക്റ്റ് സ്പോട്ടിൽ എത്തിക്കുന്ന വലിയ ദൗത്യമാണ് യഥാർത്ഥത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വാങ്ങാൻ പൈസ വേണം. ആ പൈസയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. വാങ്ങാനുള്ള ക്യാഷാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് അർഹമായ രീതിയിൽ ആ വിഷയത്തോട് പ്രതികരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമ്മെല്ലാം സ്വീകരിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർട്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളേറെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് തീർച്ചയായും നമ്മൾ കടന്നു പോകുന്നത്. അത് എല്ലാ നമസ്കാരങ്ങളിലും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. ഒരു നിമിഷം എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത, ഒന്നുമില്ല, എല്ലാം പോയി, ശൂന്യമായി അവര്. ബാക്കിയായവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബാക്കിയായവര് ശരിക്കാ മരിച്ചുപോകലായിരുന്നു ഹൈറ് എന്നൊക്കെ മനുഷ്യന്മാരിങ്ങനെ പറയണത് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ഒരിക്കലും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങൾ പഠിച്ച വ്യക്തികൾ പറയാണ്, എൻ്റെ കയ്യിലിരുന്ന് ഒരു തീക്കട്ട ഇങ്ങനെ തണുത്തുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ ഒരു വിധി എനിക്ക് വരാതിരിക്കലായിരുന്നു നല്ലത് എന്ന് പറയുന്നതിലേറെ ഏറ്റവും നല്ലത് അതാണെന്നാണ്. എങ്ങനെ? ഇപ്പം നമുക്ക് ഇതെനിക്ക് ഉണ്ടാകാൻ പാടില്ല, എനിക്കിത് വന്നു പോയല്ലോ, ഇതെനിക്കിത് ഉണ്ടാകാതിരുതായിരുന്നു എന്ന് പറയുന്നതിലേറെ എനിക്ക് നല്ലത് എൻ്റെ കയ്യിലൊരു തീക്കട്ട ഇരുന്ന് ഇങ്ങനെ തണുക്കലാണ് എന്നാണ്. അത്ര ഗൗരവത്തിലാണ് ഖലാഇനെ യഥാർത്ഥത്തിൽ കാണുന്നത്. പടച്ച റബ്ബ് അവൻ്റെ ഹിക്മത്തിൻ്റെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. എല്ലാം അവൻ്റെ ഹിക്മത്തിൻ്റെ ഭാഗമാണ്. ഇതിൽ നന്മ ചെയ്തവനും അല്ലാത്തവനൊക്കെ എന്ത് ചെയ്യും? പരീക്ഷിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും. നന്മ ചെയ്ത ആളുകൾക്ക് അവരുടെ നന്മയുടെ തോതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവരെ പുനരുദ്ധരിക്കുകയാണ് ചെയ്യുക. അള്ളാഹുവിനെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളുടെയും വിശ്വാസങ്ങളുടെയും അവസ്ഥക്കനുസരിച്ച് ഇതൊക്കെ വിലയിരുത്തുന്ന, മനസ്സിലാക്കുന്ന അവസ്ഥയും സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിൽ അതുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ നമുക്ക് പറയാം. ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ളതാണ്. അത് ഇപ്പോൾ ഇന്ന് തന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ വീട്ടിലെ 5 ആളുകൾ കൂടി അവിടുത്തെ ഒരു വ്യക്തിക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ റെഡിയാണ്, അല്ലേ? വീടുണ്ടാക്കി കൊടുക്കാൻ റെഡിയാണ്. അങ്ങനെ നമ്മൾക്കും ചില കൂടിയാലോചനകൾ പറ്റും. 4 ലക്ഷം 4.5 ലക്ഷം ഉറുപ്പ്യൊക്കെയാണ് ഒരു വീടിൻ്റെ ഒരു എമൗണ്ടായി പൊതുവെ ഇത്തരം വീടുകളുടെ എമൗണ്ടായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ വെറുതെ ഇങ്ങനെ ശൂന്യമായി ഇരിക്കൽ മാത്രമല്ല, ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും, ചില കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും ശക്തമായി വേണ്ട ഒരു സഹായമാണ് എന്തെന്നറിയോ? വയനാട് മാത്രമൊന്നുമല്ല ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്, ഒരുപാട് സ്ഥലങ്ങളിൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. വയനാട്ടിലേക്ക് മീഡിയ മൊത്തം തിരിഞ്ഞപ്പോൾ മഹാദുരന്തം വയനാടായതുകൊണ്ട് ബാക്കി വീണ്ടും വിസ്മരിക്കപ്പെടുകയാണ്. ഇപ്പൊ ഇന്ന് രാവിലെ പീസ് റേഡിയോ ഒരു പ്രോഗ്രാം എന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഈ വിഷയം നന്നായി അറിയുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്ന്. ഗവൺമെന്റ് ആനുകൂല്യങ്ങളുണ്ട്. മുട്ടിന്റെ മേലെ വെള്ളം ഉയർന്ന എല്ലാ സ്ഥലത്തും 10,000 ഉറുപ്പ്യ കൊടുക്കൽ ഗവൺമെന്റിന്റെ ബാധ്യതയാണ്, സിസ്റ്റത്തിന്റെ ബാധ്യതയാണ്. അപ്പൊ അതിന് അപ്ലിക്കേഷൻ കൊടുക്കണം, അതിന്റെ പിന്നാലെ പോകണം. അതൊരു ഫോളോ അപ്പ് ആയിട്ട് പോകേണ്ടതാണ് ശക്തമായിട്ട്. ഇവിടെ വിധവകൾക്കുള്ള ആനുകൂല്യങ്ങളുണ്ട്. സമുദായം പലപ്പോഴും പള്ളിയിൽ ബക്കറ്റ് വെക്കലും പിന്നെ ആഹ്വാനം ചെയ്യലുമാണ് ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം. ഏറ്റവും ആദ്യം സിസ്റ്റത്തിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടണം. മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്നു, അന്യമായി കൈവശം വെക്കുന്നു എന്ന് സമുദായ നേതാവ് വിളിച്ചു പറയുമ്പോൾ പ്രായോഗികമായി മറുപടി കൊടുക്കേണ്ടത് ആനുകൂല്യങ്ങൾ നേടിയെടുത്തിട്ട് തന്നെയാണ്. എല്ലാ നിലക്കും പിന്നിൽ നിൽക്കുന്ന ഒരു ജനതയെ വീണ്ടും പിന്നിൽ നിന്ന് കുത്തുന്നവരോട് വൈകാരിക പ്രതികരണമല്ല, അപേക്ഷകൾ കൊണ്ട് നിറയണം. സമുദായത്തിൽപ്പെട്ടവർക്കും അല്ലാത്തവർക്കും വേണ്ടി അത് നടപ്പിലാക്കും വരെ ആ രംഗത്ത് ശക്തമായി പ്രവർത്തിക്കണം. തുകകൾ കൃത്യമായി വകുപ്പ് മാറ്റി ചെലവഴിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. പൈസ കൊടുത്തവരാണെങ്കിൽ നമ്മളെ ബാധ്യതയാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തപൂർവ്വം കാര്യങ്ങൾ നിർവഹിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് ഞാൻ പറയുന്നു. ഈ ദിവസം വരെ നമുക്ക് ഒരു പണിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കുക. നമുക്ക് ഇന്ന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു എമൗണ്ടാണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ ആ പൈസ ഉപയോഗിക്കുക വീട് നിർമ്മാണം തൊട്ട് അവരുടെ തീപ്പെട്ടി വാങ്ങാനുള്ള പൈസ വരെയാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, കവളപ്പാറയിൽ നമ്മളെല്ലാവരും മീഡിയ ഒക്കെ മടങ്ങിയതിൻ്റെ ശേഷം ഗവൺമെന്റ് 28ാമത്തെ ദിവസം ഒരു വലിയ സ്ക്വാഡ് ഇറങ്ങി വീടുകളിലേക്ക് ആളുകൾ ചെന്നതിൻ്റെ 28ാമത്തെ ദിവസം. അന്ന് വീടുകളിൽ നിന്ന് ചോദിച്ചത് എന്താ അറിയോ? അന്ന് വന്ന ആളുകൾ തീപ്പെട്ടിയാണ്. ഒക്കെ ഉണ്ട്, എവിടെയും കടകളൊന്നും വാങ്ങാനല്ല, തീപ്പെട്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പൊ തീപ്പെട്ടി കൊണ്ടേ നമ്മളെ സുഹൃത്തുക്കള് പെട്രോളും
അതുപോലെ തന്നെ മണ്ണെണ്ണയൊക്കെ കൊണ്ട്. എന്തിനാ? ചില അടുപ്പുകളിൽ മണ്ണെണ്ണ ഒഴിച്ചാലേ കത്തുള്ളൂ, മണ്ണെണ്ണ കിട്ടൂല, പെട്ടെന്ന് കിട്ടുന്ന സാധനമല്ല. അതൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു വെരിഫൈഡ് സിസ്റ്റം ഉണ്ടാക്കിയത് കൊണ്ടാണ് അത് സാധിച്ചത്. അതുകൊണ്ട് എൻ്റെ ഖുതുബ ഓൺലൈനിൽ നിന്ന് കേൾക്കുന്ന സുഹൃത്തുക്കളോട് പറയണേ, സാങ്കേതിക രംഗത്ത് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും, പല രംഗത്തും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ആ സഹായ വാഗ്ദാനങ്ങൾ വരേണ്ട സമയമാണിപ്പോൾ എന്ന് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ മൂമിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങൾ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ സാക്ഷാത്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, اللهم اعز الاسلام والمسلمين، اللهم انصر المنكوبين يا رب العالمين، اللهم انصر المنكوبين يا رب العالمين، اللهم اغفر لهم، اللهم اغفر لهم، اللهم اغفر لهم، امين امين برحمتك يا ارحم الراحمين، والحمد لله رب العالمين وصلى الله.